ഇങ്ങനെ ഇങ്ങനെ 10ാമത്തെ പിറന്നാളാണ്. സ്പെഷ്യലാണ്. മകനെ കരയിൽ ഹൃദയം. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സിദ്ധുവിന്റെ പിറന്ന നാളാണ്. 10 വയസ്സായി. 10 കൊല്ലം വിജയകരമായി വന്നത്. അപ്പൊ 10 വയസ്സായ സിദ്ധുവിനെ എല്ലാവരും ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് സിദ്ധു പ്രത്യേകം പറഞ്ഞറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇന്നെന്ന് വെച്ചാല് സ്പെഷ്യൽ ആയിട്ട് എന്താ സഹിച്ചിട്ട് എന്താ പരിപാടി? അതെ, ഇന്ന് സ്പെഷ്യല് ഒന്നാമത്തെ ഇവന്റെ 10 വർഷം നമ്മളെ കൂടെ ഉണ്ട് ഇപ്പൊ അല്ലേ. അപ്പൊ അതിന്റെ ഇപ്പൊ ഇവിടെ ഇപ്പം 2 സംഖ്യയുള്ള 3 ആള്. ഞങ്ങള് ചെറുത്. അപ്പൊ അതിന്റെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല, കാര്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കേക്ക് മുറിക്കണം, പിന്നെ സിനിമയ്ക്ക് പോകണം. അപ്പൊ ഇന്നത്തെ ഇയാളെ സിദ്ധുവിന് എല്ലാവരും എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, ആശംസ അറിയിക്കുക, പിന്നെ അതേപോലെ തന്നെ സിദ്ധുവിന് ഗിഫ്റ്റുകൾ അയക്കുക. അല്ലേ സിദ്ധു? സിദ്ധു തന്നെ പറഞ്ഞോടുക്ക. എല്ലാരും അയക്കണം കേട്ടോ ഗിഫ്റ്റൊക്കെ. നമ്മളെ സിദ്ധുവിന്റെ ബർത്ത്ഡേന്റെ കേക്ക് മുറിക്കാൻ 10ാമത്തെ ബർത്ത്ഡേക്ക് Happy birthday to you. Happy birthday to you. Happy birthday Sidhu. സമ്മാനം കൊടുക്കൽ ചടങ്ങാണ്. അപ്പൊ ഞാനും സൈജി ചേട്ടനും എപ്പോഴും കൊടുക്കുന്നതെന്ന് വെച്ചാല് ഈ ദിവസം ഇടുന്ന ഡ്രസ്സാട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാ, കുഞ്ഞുവിനും ദേവുനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സൈജി ചേട്ടാ നിങ്ങൾ തരുന്നില്ലേ? ആണല്ലേ, നിങ്ങൾക്ക് ഞാൻ കൊടുത്താലും നിങ്ങൾ കൊടുത്താലും ഒരേപോലെ. സിദ്ധു അപ്പൊ ഇതാട്ടോ ഞങ്ങളെ പിറന്നാൾ കോടി ഞാനും സൈജി ചേട്ടനോട് വാങ്ങിയാണ്. ഇത് ഇട്ടിട്ട് നമുക്ക് സിദ്ധുവിനെ കാണാം അല്ലേ സിദ്ധു? ഏച്ചി ഏട്ടനും ഒക്കെ ഇതാ സമ്മാനം കൊടുക്കാൻ വേണ്ടി റെഡി ആയിക്കുന്നുണ്ട് അല്ലേ? എന്റെ പൊതിയും ഇതെല്ലാം ഒരേ കളറല്ല. അപ്പൊ ഇത് ഓനാവശ്യമുള്ള സാധനം തന്നെയാണ്. ഓനാദ്യം ഇത് പറഞ്ഞിക്ക് അന്നേരം ഒരു കണ്ട എന്തായാലും എന്താന്നുള്ളത്. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ തുറക്കാൻ വേണ്ടി കാത്തിക്കുന്ന കേട്ടോ. തുറന്നു തരും. ഇത് സിദ്ധുവിനും അമ്മയ്ക്കും തിന്നാൻ വേണ്ടിട്ട് ഒരുമിച്ച് വാങ്ങിയതാ. സിദ്ധു മെയിന് ഓന്റെ കിൻഡർ ജോയിയാണ്. എല്ലാരോടും കിൻഡർ ജോയിക്കാ പറയാ. പിന്നെ ബാക്കിയുള്ള മുട്ടാസിന്റെ സ്പെഷ്യൽ ഇല്ല പറഞ്ഞില്ലല്ലേ. ഓന് തോന്നി കിൻഡർ ജോയിന്റെ കാലം കഴിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഓന് ഇഷ്ടപ്പെട്ട സാധനം. അടുത്തെന്താ? അടുത്തൊക്കെ ഏച്ചി പൊളിച്ചു. ഡ്രോയിങ് ബുക്ക്, പെൻസില്, ക്രയോൺസ്, സ്കെച്ച്. ഞാൻ ഏച്ചിന്റെ ഏട്ടൻ്റെ അല്ലേ? അപ്പൊ ഇത് എന്താ പറയാ, പിറന്നാളിന് വേണ്ടി വെയിറ്റ് ചെയ്താ കേട്ടോ ദേവു ശരിക്കും പിന്നെ ഇന്നലെ പോണ്ടതാ. ഇന്ന് ഉച്ചക്ക് പോണ്ടതാ. ഈസ്റ്ററിന്റെ ലീവൊക്കെ കഴിഞ്ഞ്. പക്ഷെ ഏതായാലും സിദ്ധുവിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ 5 ആളില്ലാണ്ടൊരു ബർത്ത്ഡേയിൽ എന്തോ ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ ഒരു പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്നുകൂടെ കഴിഞ്ഞിട്ട് നാളെ പോവാന്ന് പറഞ്ഞാണ്. 2 ഗിഫ്റ്റ്
അമ്മയും അച്ഛനും കൂടി വാങ്ങിയിട്ടുള്ള കേട്ടോ പാൻറ്റും ടീഷർട്ട് പിന്നെ ഓന് ഇഷ്ടപ്പെട്ട ടീഷർട്ട്. സംഭവം ഓന് ഇഷ്ടപ്പെട്ടതാ അല്ലേ സാ? ഓൻ തന്നെ വാങ്ങിയത് കേട്ടോ. പിന്നെ ഇനി ഇതാണ്, ഇത് മതി. ഇതാ ഇതിന് കച്ചറിയ ഇതോ ട്രൗസർ ആണ് അവന്റെ പ്രിയപ്പെട്ട വേഷം. അതുകൊണ്ട് രസമല്ലേ ഇത് കാണാൻ? എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. മറ്റെല്ലാരും ഇടുന്നതൊക്കെ ചില ഡാർക്ക് കളറൊന്നും ഒരു രസം ഉണ്ടാവില്ല. ഇത് വൈറ്റ് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതൊന്നും ഇടണ്ടേ നമുക്ക്? ഇടണ്ടേ? എന്നാ വേഗം ഇട്ടിട്ട് വാ. അപ്പൊ ഞാന് സിദ്ധുവിന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കാണണ്ടേ? കാണിച്ചോണ്ട് കഴിക്കട്ടാ. ചോറ്, സാമ്പാറ്, പച്ചടി, അവിയല് വാങ്ങിയതാണ്. എന്തായാലും പറയാ ശർക്കരപ്പേരി, വറുത്തുപ്പേരി, പപ്പടം, അച്ചാറ്. ഇത് ഇവിടെ ഇട്ടാണ് ഞാൻ സൈഷറിനിട്ട് പകുതി ഞാനിട്ട്. എന്താ പറയാ പഴം വാങ്ങിച്ച പഴം. പിന്നെ ഉപ്പേരി. മെയിൻ ആയിട്ടുള്ളത് നല്ല പരിപ്പ് പായസം. അതെ, പ്രഥമൻ പറയാ. അടിപൊളി പായസം കേട്ടോ. എല്ലാം ഞാനിങ്ങനെ ആക്കി എന്നിട്ട് സൈഷൻ ഉണ്ടാക്കി. അപ്പൊ ഇത്രയും സാധനം കേട്ടോ. ഞാൻ എന്താന്ന് വെച്ചാല് ഞാൻ എപ്പോഴും എന്തെങ്കിലും ചിക്കൻ അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ നമുക്ക് എല്ലാം കൊണ്ടും ഞായറാഴ്ച ദിവസമാണ്. അതേപോലെ തന്നെ അപ്പൊ 1-ാം പിറന്നാളും 10-ാം പിറന്നാളും അല്ലെ, അങ്ങനെ ചില പിറന്നാളെ പുറത്ത് ചെയ്തിട്ടുണ്ട്. 10-ാമത്തെ പിറന്നാളാണ്, സ്പെഷ്യലാണ്. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ഉണ്ടാക്കാണ്. അങ്ങനെ ഞാനും ശേഷനും കൂടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സംഭവം അല്ലേ? ഇനിയിപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ. കഴിക്കാൻ ഇതാണ് ഞാൻ സിദ്ധുവിന്റെ പുതിയ ഡ്രസ് ഇല്ലേ. ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ മനസ്സിലായത് പെയിന്റിന്റെ പണിക്ക് പോയിട്ട് അപ്പാട് പെയിന്റ് ആക്കി വരൂലേ, പണി കഴിഞ്ഞു വരുന്നത്. പക്ഷെ ഇത് ഫാഷൻ ഇങ്ങനെയുണ്ട്. ഇങ്ങനെന്താ മറ്റേ ഡ്രസ്സിന്റെ പരസ്യത്തൊക്കെ ഇങ്ങനെ ഇതൊരു മല ഉണ്ടോ? ഞങ്ങള് ശരിയാന്ന് വാങ്ങിയത്. ശരിയാവുന്നൊക്കെ കുറച്ച് വീഡിയോസും കാര്യമൊക്കെ എടുത്തിരുന്നു. പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാൻ മാസം ശരിക്കും നമ്മള് ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് കിട്ടിയ സമയം കിട്ടിയിട്ടില്ല അല്ലേ? ഉത്സവത്തിന് നോക്കും ഓട്ടോ ഒക്കെ ആയിപ്പോയി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവരെ സ്കൂളും പൂട്ടി പരീക്ഷ എല്ലാം കൂടി കഴിഞ്ഞു അല്ലേ? നീ ആണ് ഫ്രീ. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പരിപാടി നോക്കാം അല്ലേ? ഇത് പിറന്നാളിന് അടിപൊളി സദ്യയാണ് പൊതുവെ കൊടുക്കേണ്ടത് അല്ലേ സാ? ഇവിടെ പിന്നെ എപ്പോഴും ചിക്കൻ വാങ്ങാന്നൊക്കെ പറയും. പക്ഷെ പിന്നെ ചിക്കൻ വേണ്ടെന്ന് ചിക്കൻ പിന്നെ കൊടുക്കാം. ചിക്കൻ പിന്നെ വൈകുന്നേരം കുഴപ്പമില്ല. വൈകുന്നേരം ചിക്കൻ ഒക്കെ ഉച്ചക്ക് ഇതാണ് അവിയലുണ്ട്. കുഞ്ഞു അമ്മ അവിടെ പഴം വെച്ചിട്ട് മോനെ. പച്ചടി അമ്മയുടെ അമ്മ എന്നെ സ്പെഷ്യൽ ആട്ടോ പച്ചടി അല്ലേ സാർ? ഞാൻ എന്തൊക്കെ വേറെ ഒന്നും വെച്ചിട്ട് പച്ചടി വെച്ചാൽ നന്നാവും പറയുന്നത്. പച്ചടി എല്ലാം അമ്മയുടെ സ്പെഷ്യൽ. അച്ഛനൊന്നുമില്ല. അച്ഛനില്ല. എന്താ പായസം സാമ്പാർ അച്ഛൻ കേട്ടോ. ഇതാ സിദ്ധുവിന്റെ 10-ാം പിറന്നാളിന്റെ ഫുഡാണ് കേട്ടോ. എല്ലാരും പുള്ളി ചുട്ടി കൊടുക്കട്ടെ. അടിപൊളി സാമ്പാർ കേട്ടോ. സ്വന്തം ഉണ്ടാക്കിയിട്ട് സ്വന്തം പറയുന്ന ഒരാളാട്ടോ. കുറച്ചുകൂടി സാമ്പാർ സാമ്പാറാവാം. വെള്ളവും കൂടി ആയാല് എല്ലാം. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ഉരുള എന്റെ വകയാണേ. സ്പെഷ്യൽ 10-ാമത്തെ ബർത്ത്ഡേ കൊണ്ട് അമ്മേന്റെ വക വാരിക്കുട്ടല്ലേ. വായോ വായോ വാവേ ഉണ്ണിക്കണ്ണ എന്നെ
സാമ്പാർ പൊടി കേട്ടാ. ശരിക്കും ബർത്ത്ഡേ ഒക്കെ ആദ്യമായിട്ടല്ലേ നമ്മളിവിടെ ഒരു സദ്യ എന്റെ ബർത്ത്ഡേക്ക് സദ്യ വേറെ അമ്പലത്തിൽ പിന്നെ സൈഷ നിങ്ങളൊന്നും ഇവരൊന്നും ഇല്ലാത്തപ്പോഴായിരിക്കും സൈഷയുടെ ബർത്ത്ഡേ അന്നേ ഇരിക്കുന്നതിലോ സാമ്പാറും എന്തൊക്കെ ഉണ്ടായിട്ടല്ലേ. അന്ന് സദ്യ സദ്യക്ക് ചിക്കൻ ഉണ്ട്. സൈഷ പോയി ഇരുന്നോളി വാ. ഞാനിവിടെ ഇരിക്കല്ലേ. സിദ്ധു എന്താന്നറിയിന് പറയാ പരിപ്പ് പ്രഥമൻ. സ്റ്റൗ തന്നെയല്ല പായസം കുഞ്ഞുനാ ചക്കര പായസം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ സിദ്ധുവിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ. പുതിയ ജേഴ്സി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാരും എന്ത് ചെയ്യാ വിഷസ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഗിഫ്റ്റ് അയക്കാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ സിനിമക്ക് കൂടി പോവാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ബർത്ത്ഡേ പരിപാടികളെല്ലാം അവസാനിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുക. ഓക്കെ, ബൈ.